ഈ വിവാഹം നടക്കില്ല. മുടക്കും ഞാൻ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് എനിക്കും എന്നേക്കാ നന്നായി നിനക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കതില് അല്പം പോലും ഭയമില്ല അർച്ചനെ. നിന്റെ എല്ലാ വഴികളും അടച്ചിട്ടാ അവന്തിക ഇവിടെ നിൽക്കുന്നത്. അതായത് നിന്റെ കൂട്ടുകാരി ഡോക്ടർ സന്ധ്യയുടെ വീടിന് എന്റെ ആൾക്കാരുടെ കാവല് വരെ. ആ വീടിന്റെ വെളിയിൽ പോലും സന്ധ്യക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നർത്ഥം. പിന്നെ നിന്നെ ഡീൽ ചെയ്യാൻ എനിക്കറിയാം. എനിക്ക് ഈ വിവാഹം മുടക്കാനേ ഡോക്ടർ സന്ധ്യയുടെ ആവശ്യമില്ല. എന്തിനു പോകുന്നൊരു ഭർത്താവ് കൂടെയുണ്ട് എനിക്ക്. പിന്നെ അർച്ചന ഡീൽ ചെയ്യാൻ മാത്രം വളർന്നിട്ടില്ല അവന്തിക. അവന്തികേ, അവന്തികേ, ഇനി എന്താ താമസം? ഇറങ്ങിക്കൂടെ നമുക്ക്? ശരിയാ, പിന്നെന്താ, ഇറങ്ങാച്ചാ. ആ മാഷെ, എന്നാ നമുക്ക് മണ്ഡപത്തിലേക്ക് ഇറങ്ങാം. ആയിക്കോട്ടെ. അച്ഛാ, സച്ചേനും കൂടി വന്നിട്ട് ഇറങ്ങിയാ പോരെ? അവൻ മണ്ഡപത്തിലേക്ക് പോയില്ലേ? ഇല്ല, ഒരു ഫോൺ വന്നിട്ട് വേഗം പോയതാ. ഇപ്പൊ വരും. ഇവൻ എന്തായി കാണിച്ചത്? ഈ സമയത്താണോ മറ്റാവശ്യങ്ങൾക്ക് പോകുന്നത്? അച്ഛാ, ഞാൻ ഇപ്പൊ വിളിച്ചിരുന്നു. വേഗം എത്തുന്നാ പറഞ്ഞത്. ശരി ശരി, എന്തായാലും സമയമുണ്ടല്ലോ, കുറച്ചു നേരം കൂടി നോക്കാം. അജയ, നീ പോയി എനിക്കൊരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വാ. ശരിയാണ്. അല്ല, ഇന്ന് മൂർത്തിയണ്ണന്റെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടും. തരുൺ മൂർത്തി, എന്നെ അറിയാമെന്ന് ഈ ഞെട്ടലിൽ നിന്ന് മനസ്സിലായി. കള്ള സിം കാർഡിൽ എന്റെ അനുജനെ പലതവണ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഈ അജ്ഞാതനെ എനിക്കൊന്ന് കാണണം തോന്നി. അങ്ങനെ വന്നതാ. നിന്നോട് ആര് പറഞ്ഞു ഞാൻ അജ്ഞാതനാണെന്ന്? നിന്റെ അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ അറിയാമായിരിക്കും. അതൊക്കെ ആയിക്കോട്ടെ, ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല. എന്നോടൊപ്പം ഒന്ന് വീട് വരെ വരണം. ചേട്ടൻ കാരണം എന്റെ അനിയൻ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് റെഡിയായിട്ട് നിൽക്കുക. അവിടെ ഒന്ന് ഉള്ള സത്യം പറഞ്ഞിട്ട് ചേട്ടൻ വയ്ക്കോ. ഓഹോ, എന്നെ കൊണ്ടുപോകാൻ വന്നതാണോ? അത് ബുദ്ധിമുട്ടാവുമല്ലോ അനിയ. ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തായാലും ചേട്ടൻ എന്നോടൊപ്പം വരണം. നടന്നായാൽ കൂടെ വരാം. അങ്ങനെയല്ല എങ്കിൽ
വലിച്ചെഴച്ച് ഞാൻ കൂടെ കൊണ്ടുപോകും. ചേട്ടനെയും കൊണ്ട് വേഗം ചെല്ലാന്ന് ഞാനൊരാൾക്ക് വാക്ക് കൊടുത്തു പോയി. ആ ആള് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോ എനിക്ക് വാക്ക് പാലിച്ചല്ലേ പറ്റൂ. എന്തായാലും കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അനിയനൊന്ന് ശ്രമിച്ചു നോക്ക. അച്ഛാ, ഇനിയും നമ്മൾ നിന്നാ താമസിക്കും. സച്ചിയോട് മണ്ഡപത്തിലേക്ക് എത്താൻ പറഞ്ഞ പോരെ? അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛാ, ഇപ്പൊ എത്തുന്ന സച്ചേട്ടൻ പറഞ്ഞേ. അതിന് ഇവിടെ നമ്മൾ സച്ചി ഇനിയും കാത്തു നിൽക്കുന്നത് എന്തിനാ അർച്ചന? ഒരുമിച്ചിറങ്ങാന്ന് കരുതിയല്ലേ ഇത്ര നേരം കാത്തിരുന്നത്? മുഹൂർത്തത്തിന് സമയമാവാറായില്ലേ മാഷെ? ആ അനൂപ് ഇങ്ങോട്ട് പോന്നോ? ആ, വിളിച്ചപ്പോ ഇവിടുന്ന് ആരും ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നത്. അല്ല, ഇനി എന്താ താമസം? സച്ചി പുറത്തെവിടെയോ പോയി. അവനെ കാത്ത ഇത്രയും നേരം നിന്നത്. ഇനിയും കാക്കണ്ട, നമുക്കിറങ്ങാം. മോളെ അച്ചു, നീ സച്ചിയോട് മണ്ഡപത്തിലേക്ക് വരാൻ പറയും. ആ അത് തന്നെ. എന്തിനാ അവിടെ വരുന്ന ബന്ധുക്കളെയൊക്കെ വെറുതെ മുഷിപ്പിക്കുന്നത്? അല്ല അച്ഛാ, അത് അർച്ചനയ്ക്ക് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? ഇനി സച്ചി വന്നിട്ട് അർച്ചന വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചങ്ങ് വന്നാ മതി. അതിന് ഇത്രയും പേര് ഇവിടെ നിൽക്കുന്ന എന്തിനാ? അതെ മാഷേ, നമുക്കെന്ന് ഇറങ്ങാം. അർച്ചനയും സച്ചിയും വന്നോളൂ. ഇറങ്ങാനോബേ. ആ, വാ. വാമേ. വാമോളെ. അയ്യോ മോളെ, മോളെ. എന്ത് പറ്റി മോളെ? ആദ്രെ കണ്ണു തുറക്കടി, കണ്ണു തുറക്കടി. മോളെ, മോളെ ആദ്രെ. മോളെ കണ്ണു തുറക്കാൻ നിനക്ക് എന്താ പറ്റിയ? എന്തിനാന്നറിയില്ല, വെറുതെ തിന്നപ്പോ തലകറങ്ങി വീണത്. മോളെ. സന്ദീപേ, വേഗം ഡോക്ടറെ വിളിക്കേ. ആദ്രെ. No.
ഡോക്ടർ എന്തു പറ്റിയതാ? ആ, മറ്റൊന്നും ഉണ്ടായില്ല ഡോക്ടർ. പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണു. ഞാനൊന്ന് നോക്കട്ടെ. ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ശരി ഡോക്ടർ. പേഷ്യന്റ് എവിടെയാ? ആ റൂമിലുണ്ട്. എല്ലാവരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയേ, ഞാനൊന്ന് നോക്കട്ടെ. വാ വാമ്മ. സന്ദീപ് എന്നെ കിട്ടുന്ന ഓർത്തും അവൾക്ക് വല്ല അറ്റാക്കും വന്നതാണോ? എന്റെ സംശയം അതല്ല. സച്ചി വന്നിട്ട് പോയാ മതി എന്ന് അർച്ചന വാശി പിടിച്ചിട്ടും നമ്മൾ പോകാനിറങ്ങിയപ്പോ തന്നെ ഇവക്ക് ബോധക്ഷയം വന്നതെങ്ങനെയാ? ചേച്ചി അനിയത്തിയും ചേർന്ന് വല്ല നാടകവും കളിക്കുവാണോ ഇനി? നീയൊന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇന്ന് നിന്റെ വിവാഹം ഈ ചേച്ചി നടത്തും. അതിനി മുഹൂർത്തം തെറ്റിയാലും ശരി, അവൾ അവിടെ കിടന്ന് ചത്താലും ശരി. എന്താ ഡോക്ടർ, എന്തു പറ്റിയതാ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണോ? ഇനിയിപ്പോ വേണ്ട, ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവരണം. എന്താ അവൾക്ക് പറ്റിയത്? ഇത് അസുഖമൊന്നുമല്ല. ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണ്.
കൊല്ലുന്നില്ല ഞാൻ ഇന്ന് കൊല്ലും. എന്ത് ചതിയടി മോളെ നീ കാണിച്ചത്? അതെ, മതിയാക്ക്. ശ്ശേ, ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടായത്. ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അത് നശിപ്പിക്കരുത്. എന്തായാലും ആതിര ഗർഭിണിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി അതിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ച് അവന് തന്നെ കെട്ടിച്ചുകൊടുത്ത് ആ നാണക്കേടങ്ങ് മാറ്റണം. ഞാൻ ആതിരെ ഒരു തരത്തിലും കുറ്റം പറയില്ല കേട്ടോ. നടത്താനിരുന്ന വിവാഹം മുടങ്ങിയ ശേഷം അവളെ വേഗം മറ്റൊരാളെ കണ്ടുപിടിച്ച് കെട്ടിക്കണമെന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞതല്ലേ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് മണ്ഡപത്തിലെത്തണം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കാര്യം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തണം. ഇവിടെയെങ്കിൽ ഇവിടെ, അവിടെ വൃന്ദാവനത്തിലാണെങ്കിൽ അങ്ങനെ. ഇവിടുന്നാരും ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യില്ല. ഇടപെട്ട് നാണക്കേടുണ്ടാക്കാനും കുടുംബത്തിന്റെ സൽപ്പേര് കളയാനും ഇവിടെ ആർക്കും താല്പര്യമില്ല. അച്ഛാ, സന്ദീപേ, അനക്കേ, നിങ്ങൾ പോയി വണ്ടി കയറ്, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്നോ? എടാ, അതൊക്കെ അവര് നോക്കിക്കോളും. അവൾ എവിടെയോ പോയി ഗർഭം ഉണ്ടാക്കിന്ന് വെച്ച് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവന്തികേ, കുറെ നേരമായി ഞങ്ങളെ പരിഹസിക്കുന്നു. എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഞാൻ എന്ത് പരിഹസിച്ചു? ഞാൻ പറഞ്ഞതുള്ളതല്ലേ. ഇത് കൊള്ളാലോ. ഇതിപ്പോ എല്ലാം കൂടെ എന്റെ കുറ്റമായോ? അനിയത്തി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ ദേഷ്യം എന്നോടല്ല അനുപേ തീർക്കേണ്ടത്. സന്ദീപേ, നീ വരാൻ നോക്ക്. എടാ, നിനക്ക് എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അനൂപേ, നമുക്കിറങ്ങാം. ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങളല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി സംസാരിക്കാം. എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിട്ട് പോയാൽ മതി എല്ലാരും. നിന്റെ ഏട്ടത്തിയുടെ അനിയത്തിയുടെ ഒരു പ്രശ്നം, അതിന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആതിരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാരണക്കാരൻ ഞാനായതുകൊണ്ട്. അതെ, ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. സന്ദീപേ, നീ എന്തൊക്കെ സത്യമാണ് എടുത്തി.